ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 9 രണ്ടാം അധ്യായം. വംശവിസ്താരം. ശ്രീശുകൻ പറഞ്ഞു, മകൻ സുദ്യുമ്നൻ വനത്തിൽ പോകെ വൈവസ്വതൻ മനു 100 കൊല്ലം യമുനയിൽ ചെയ്തു പുത്രാർത്ഥി വൻ തപം. പിന്നെ പുത്രാർത്ഥി പൂജിച്ചു ഭഗവാൻ വിഷ്ണുദേവനെ. അവനുണ്ടായി തനിക്കൊത്തോരു ഇക്ഷ്വാകു മുതൽ 10 പേർ. വൃഷധ്രൻ എന്ന മകനെ ഗോരക്ഷയ്ക്കാക്കിനാൻ മനു. അല്ലിലും വീരാസനസ്ഥനവൻ കാത്തു പശുക്കളെ. മഴയത്തൊരു നാള് അല്ലിൽ തൊഴുത്തിൽ കയറി പുലി. വിരണ്ട പൈക്കൾ എണീറ്റു പാഞ്ഞാരി അങ്ങിങ്ങു തൽക്ഷണം. കരുത്തൻ പുലി ചെന്നാക്രമിക്കയാൽ പശുരോദനം പെട്ടെന്നു കേട്ട വൃഷധ്രൻ ഉദിച്ചെത്തി സ്ഥലത്തുടൻ. താരങ്ങൾ മങ്ങുമിരുളിൽ കണ്ണു കാണാഞ്ഞു വാളിനാൽ നരിയെന്നോർത്തറുത്താനാ ചെമ്പിപ്പയ്യൻ ശിരസവൻ. വാളിൻ്റെ അഗ്രം കൊണ്ടപ്പോൾ കാതറ്റ പുലി ഭീതിയാൽ അവിടം വിട്ടോടി രക്തം പൊഴിച്ചു വഴിനീളയും. കൊന്നു വ്യാഘ്രത്തയെന്നോർത്ത വൃഷധ്രൻ ശത്രുഘാതകൻ പുലർന്നപ്പോൾ ദുഃഖിതനായി കണ്ടു താൻ കൊന്ന ഗോവിനെ. അറിയാതെ അപരാധം ചെയ്തതിൻ പേരിൽ പുരോഹിതൻ ശപിച്ചാനവനെ. ശൂദ്രനാവും നീ ക്ഷത്രിയാധമൻ. ആ വീരൻ ഗുരുശാപത്തെ കൈകൂപ്പി സ്വീകരിച്ചുടൻ തുടങ്ങി ഊർധ്വരേതസ്സായി മുനിമാർക്കിഷ്ടമാം വ്രതം. സർവഭൂതപ്രിയൻ സർവസമൻ ഏകാന്തഭക്തിയാൽ ലയിച്ചാൻ പരമാത്മാവാം ഭഗവാൻ വാസുദേവനിൽ. ഇന്ദ്രിയങ്ങൾ അടക്കി സംഘവും കാമവുമറ്റവൻ നിലനിർത്തി ശരീരത്തെ എതിർച്ഛാലാഭതുഷ്ടിയാൽ. സമാഹിതൻ ജ്ഞാനതൃഷ്ണൻ പരമാത്മഗതാശയൻ അന്ധൻ ജഡൻ ബധിരനും പോൽ ചെയ്തു ഭൂപ്രദക്ഷിണം. ഇമ്മട്ടേതോ കാട്ടിലെത്തി കാട്ടുതീ ജ്വാല കാൺകയാൽ ദഹിപ്പിച്ചാനുടൽ അതിൽ പരബ്രഹ്മത്തിൽ മുങ്ങിനാൻ. കനിഷ്ഠനത്രേ വിഷയത്തിൽ നിസ്പൃഹൻ. രാജ്യം ഗൃഹം ബന്ധു സമസ്തവും സ്വയം വെടിഞ്ഞ ബാലൻ കവി. ചിൽപ്രകാശനിൽ പ്രവിഷ്ടചിത്തൻ ഗഹനേ ദിവംഗതൻ. കരൂഷാഖ്യക്ഷത്രരുണ്ടായി മനുപുത്രൻ കരൂഷനാൽ. ബ്രഹ്മധർമ്മജ്ഞരവരെ രക്ഷിച്ചാരുത്തരാപഥം. ധൃഷ്ടൻ്റെ മക്കളാം ധാർഷ്ടർ പൂകി ബ്രാഹ്മണ്യമൂഴിയിൽ. നൃഗന്റെ വംശം സുമതി ഭൂതജ്യോതിർവസുക്കളും. വസുവാൽ ജാതൻ പ്രതീകൻ പ്രതീകാത്മജനോഘവാൻ. പിമ്പോഘവാനോഘവതി തൽഭർത്താവായി സുദർശനൻ. നരിഷ്യന്തസുതൻ ചിത്രസേനനുണ്ടായ ദക്ഷനാൽ മീഢ്വൻ. തൽപുത്രനാം കൂർച്ചനുളവായി ഇന്ദ്രസേനനും. തൽപുത്രൻ വീതിഹോത്രനുണ്ടായ സത്യശ്രവസിനാൽ. ഉരുശ്രവസ് അവനുണ്ടായ മകൻ ദേവദത്തനും. തൽപുത്രനാം അഗ്നിവേശ്യാഭിധനായി ജാതൻ അഗ്നിതാൻ. ആ വിഖ്യാദർശിതൻ പേർതാൻ കാനീനൻ ജാതുകർണ്യനും. തദീയ ബ്രഹ്മകുലമാണ് അഗ്നിവേശ്യായനം നൃപ. നരിഷ്യന്താന്വയം തീർന്നു ദിഷ്ടൻ തൻ വംശമാണിനി. നാഭാഗൻ ദിഷ്ടൻ്റെ പുത്രൻ കർമ്മത്താൽ വൈശ്യനായവൻ. ഫലന്തനൻ നാഭാഗീയൻ വത്സപ്രീതി തദർഭകൻ. തൽപുത്രൻ പ്രാംശുവിൻ പുത്രനത്രേ പ്രമതി. തൽസുതൻ ഖനിത്രൻ തൽപുത്രനാം ചാക്ഷുഷനുണ്ടായി 20. തൽപുത്രനായ രംഭന്നു ധാർമ്മികൻ ഖനിനേത്രനും. ഖനിനേത്രസുതൻ ഭൂപാകരന്ധമനുമാണിടോ. തൽപുത്രനാം അവീക്ഷിത്തിൻ പുത്രനായ മരുത്തനാൽ സംവർത്താങ്കിരസൻ യോഗി ചെയ്യിച്ചു പലയാഗവും. ഉണ്ടായിട്ടില്ലവൻ്റേതുപോലെ മറ്റൊരു യജ്ഞവും. യജ്ഞപാത്രങ്ങൾ അഖിലം പ്രകാശിച്ചു ഹിരൺമയം. ഇന്ദ്രൻ മതിച്ചു സോമത്തിൽ ദ്വിജന്മാർ ദക്ഷിണാദിയിൽ ക്രമത്തിൽ വിശ്വേദേവന്മാർ മരുത്തുക്കൾ വിളമ്പലിൽ. മരുത്തപുത്രൻ ദമൻ്റെ തനയൻ രാജ്യവർദ്ധനൻ. തൽസുതൻ സുധൃതിക്കുണ്ടായി സൗഹൃദയാഹുയൻ നരൻ. കേവലൻ ബന്ധുമാൻ വേഗവാനും തുടരെ വന്നവർ. വേഗവാനാൽ ബന്ധുജാതൻ ബന്ധുവാൽ തൃണബിന്ദുവും. വരിച്ചാള ഗുണിയെ അപ്സരശ്രേഷ്ഠയലംബുഷ. അവൾക്കുണ്ടായി 3 ആണും പെണ്ണൊന്നിടവിടാഖ്യയും. വിശ്രവസിന്നിടവിടയിങ്കൽ ജാതൻ കുബേരനായി. അച്ഛൻ യോഗേശനാ ജ്ഞാനിക്കേയി ഉത്കൃഷ്ടവിദ്യയെ. പുത്രത്രയം ധൂമ്രകേതു ശൂന്യബന്ധു വിശാലനും. വൈശാലീപുരിയുണ്ടാക്കി വിശാലൻ വംശവർദ്ധനൻ. വിശാലജൻ ഹേമചന്ദ്രൻ ധൂമ്രാക്ഷൻ ഹേമചന്ദ്രജൻ. പിന്നെ ക്രമാൽ സംയമനും സഹദേവൻ കൃശാശ്വനും. കൃശാശ്വജൻ സോമദത്തൻ യജിച്ചു യജ്ഞമൂർത്തിയെ. പൂകി യോഗേശ സായുജ്യം അശ്വമേധങ്ങൾ കൊണ്ടവൻ. അവൻ്റെ പുത്രൻ സുമതിക്കർഭകൻ ജനമേജയൻ. ഈ വൈശാലർ വഴിക്കേറി തൃണബിന്ദു യശോഭരം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.